സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനമാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കുന്നത്. തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ കിഫ്ബി വഴി 12 പദ്ധതികൾ അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ 4 പദ്ധതികൾ ഇതിനോടകം തന്നെ പൂർത്തിയായി. ആരോഗ്യവും വിദ്യാഭ്യാസവും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനമാണ് കിഫ്ബിയിലൂടെ സാധ്യമായിട്ടുള്ളത്. കേരളത്തിന്റെ നവനിർമ്മാണത്തിൽ കിഫ്ബി വഹിച്ച പങ്ക് ചെറുതല്ല. തലസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ പലതും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് നടപ്പിലാക്കുന്നത്. തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ കിഫ്ബി വഴി 1193.18 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് അനുവദിച്ചു കിട്ടിയത്. 12 പദ്ധതികൾ 4 ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട്. വട്ടിയൂർക്കാവ് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ കിഫ്ബി പദ്ധതികളിലൂടെ വലിയ വികസന കുതിച്ചുചാട്ടമാണ് ഈ കുറഞ്ഞ കാലയളവിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞത്. വട്ടിയൂർക്കാവിൻ്റെ പ്രധാനപ്പെട്ട വികസന ആവശ്യം വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം അതൊരു പ്രധാനപ്പെട്ട ഒരാവശ്യമായിരുന്നു. പേരൂർക്കട മേൽപ്പാലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവയെല്ലാം തന്നെ യാഥാർത്ഥ്യമായത് കിഫ്ബിയുടെ ഫണ്ടിങ്ങിൻ്റെ സഹായത്തോടു കൂടിയാണ്. ഇപ്പോൾ സംസ്ഥാനത്തെമ്പാടും സാധാരണഗതിയിൽ സർക്കാരിൻ്റെ പ്ലാൻ ഫണ്ടിനെ മാത്രം ആശ്രയിച്ച് വൻകിട വികസന പദ്ധതികൾ മുന്നോട്ട് പോകുന്ന ഒരു സാധ്യതയാണ് ഉണ്ടായിരുന്നത്. അതുതന്നെ പലപ്പോഴും ലഭിക്കാത്തൊരു സ്ഥിതി ഉണ്ടാകുമായിരുന്നു. അപ്പോൾ അതിനൊരു പരിഹാരം എന്ന നിലയ്ക്കാണ് കിഫ്ബിയുടെ പദ്ധതികൾ MLA-മാർക്ക് ലഭിച്ചത്. അതിൻ്റെ ഭാഗമായി വട്ടിയൂർക്കാവിൽ ഏതാണ്ട് 1300 കോടി രൂപയുടെ വികസന പരിപാടികളാണ് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം അത് ശാസ്തമംഗലത്ത് നിന്ന് ആരംഭിച്ച് ഏതാണ്ട് പേരൂർക്കട വരെ 7.5 കിലോമീറ്റർ ദൂരം ആദ്യ 2 റീച്ചുകളും മണ്ണറക്കോണത്ത് നിന്നും മുക്കോല വഴി വഴിയിലേക്ക് പോകുന്ന 3.5 കിലോമീറ്റർ ദൂരവുമാണ്. അതിൽ ആദ്യ 2 റീച്ചുകളുടെ സ്ഥലമേറ്റെടുക്കൽ കിഫ്ബി ഫണ്ടിങ്ങോടുകൂടി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞു. ഏതാണ്ട് 560 കോടി രൂപയാണ് ഈ ഒറ്റ പ്രോജക്റ്റിന് വേണ്ടി മാത്രം കിഫ്ബി ലാൻഡ് അക്വിസിഷന് വേണ്ടി അനുവദിച്ചത്. റോഡ് നിർമ്മാണത്തിന് വേണ്ടി 74 കോടി രൂപയും ഇതിൻ്റെ ഭാഗമായിട്ട് അനുവദിക്കുകയുണ്ടായി. മാത്രമല്ല ഈ റോഡ് വികസനത്തിൻ്റെ ഭാഗമായി വീടുകൾ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ വ്യാപാരം നഷ്ടപ്പെട്ട വ്യാപാരികൾക്ക് വേണ്ടി പുനരധിവാസത്തിന് വേണ്ടി 2.5 ഏക്കർ ഭൂമി കൂടി വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ 86 കോടി രൂപ മുതൽ മുടക്കിക്കൊണ്ട് ഏറ്റെടുക്കുകയുണ്ടായി. അവിടെ റിഹാബിലിറ്റേഷൻ കോംപ്ലക്സ് അടക്കം നിർമ്മിക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കിഫ്ബി പദ്ധതികളിൽ റിഹാബിലിറ്റേഷൻ സാങ്ഷൻ ചെയ്ത ആദ്യത്തെ പ്രോജക്റ്റായി വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം മാറുകയാണ്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലും വട്ടിയൂർക്കാവ് GHSS-ലും പേരൂർക്കട GHSS-ലും പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളുകളുടെ പ്രവർത്തനം ഇതുവഴി കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ മണ്ഡലത്തിലെ സ്കൂളുകളുടെ ഡെവലപ്മെൻറ്റ് കിഫ്ബിയുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയായി വന്നു. അതിൽ പട്ടം ഗവൺമെൻറ് ഹൈസ്കൂൾ 5 കോടി രൂപ മുതൽ മുടക്കിക്കൊണ്ടാണ് ആധുനിക സൗകര്യങ്ങളുള്ള ഒരു കെട്ടിടം നമ്മൾ നിർമ്മിച്ചത്. അതുപോലെ തന്നെ പേരൂർക്കട ഗേൾസ് ഹൈസ്കൂൾ അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് നമ്മൾ അനുവദിക്കുകയുണ്ടായി. 1 കോടി രൂപയാണ് അവിടെ ചെലവിട്ടിട്ടുള്ളത്. വട്ടിയൂർക്കാവ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 കോടി രൂപയുടെ കെട്ടിടമാണ് ഇതിനോടകം പൂർത്തീകരിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. കാച്ചാണി ഗവൺമെൻറ് സ്കൂളിൽ 1 കോടി രൂപയുടെ കെട്ടിടം പണി പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരം നഗരത്തിലെ തന്നെ ഏറ്റവും പ്രമുഖമായ ഒരു വിദ്യാലയമാണിത്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 2400ഓളം കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. ഇവിടെ ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. ക്ലാസ് റൂമുകൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ക്ലാസ് മുറികൾക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. പഴയ കാലത്തെ കെട്ടിടങ്ങളായിരുന്നു ഇവിടെ നിലവിലുണ്ടായിരുന്നത്. അങ്ങനെ 2022 കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ അതിമനോഹരമായ 5 നില ബിൽഡിംഗാണ് ഇവിടെ വന്നത്. അതുകൂടാതെ തന്നെ അതിനുള്ളിൽ ധാരാളം സൗകര്യങ്ങൾ, അതായത് സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉണ്ടായിരുന്നു. അതുപോലെ IT ലാബുകൾ, സയൻസ് ലാബ്, അങ്ങനെ എല്ലാ തരത്തിലും +1 +2 കുട്ടികൾക്ക് നല്ല ഒരു മെച്ചപ്പെട്ട പഠന നിലവാരം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഇവിടെ നൽകിയത്. ഈ സ്കൂളിനെ ഒരു മികച്ച വിദ്യാലയമാക്കി മാറ്റുന്നതിന് വേണ്ടി ഏറെ സഹായിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കാച്ചാണി ഗവൺമെന്റ് HS-ന് വേണ്ടി പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുള്ള ഈ കെട്ടിടം നമുക്കിപ്പം നിലവിൽ നമുക്ക് വളരെ അനിവാര്യമായ ഒരു ആവശ്യമാണിപ്പോൾ. കാരണം 1100-ൽ പരം കുട്ടികൾ പഠിക്കുന്ന നമ്മുടെ സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിന് ശരിക്കും ലൈബ്രറി, ലാബ്, എല്ലാ സൗകര്യങ്ങളും, കമ്പ്യൂട്ടർ ലാബ് ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും കൃത്യമായിട്ട് SPC റൂം അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ഓരോന്നിനും വേണം. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു കെട്ടിടം നമുക്ക് അടിയന്തരമായിട്ട് ലഭിക്കേണ്ടതുണ്ട്. അത് കിട്ടിയാൽ മാത്രമേ നമുക്ക് എല്ലാ ക്ലാസ്സുകളും പൂർണ്ണമായി ഫംഗ്ഷൻ ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്താൻ കഴിയുള്ളൂ. ഇപ്പോൾ നമ്മൾ ക്ലാസ്സുകൾ നടക്കുന്നില്ല എന്ന് വെച്ചാൽ നന്നായി നടത്താൻ നമുക്ക് പറ്റുന്നുണ്ട്, പക്ഷേ ഓടിട്ട കെട്ടിടത്തിൽ ഉൾപ്പെടെ നമ്മുടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കെട്ടിടം പക്ഷേ പറ്റാവുന്ന പരമാവധി വേഗത്തിൽ ഇത് പൂർത്തിയാവുന്നുണ്ട്. മാർച്ച് ഏപ്രിൽ മാസത്തോടെ ഇത് പൂർത്തിയാക്കി നമുക്ക് കിട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ പരിസരത്തുള്ള പല സ്കൂളുകളിലും ട്യൂഷൻ ഫോൾ വരുമ്പോൾ പോലും നമ്മുടെ സ്കൂളിൽ കുട്ടികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇനി ഭൗതിക സൗകര്യം കൂടി ഇപ്പോൾ ഈ പോകുന്ന പോലെ ഇപ്പോൾ നമുക്ക് ഒരു ബിൽഡിംഗ് കിട്ടിക്കഴിഞ്ഞു, അടുത്ത ഈ ബിൽഡിങ്ങിൻ്റെ കൂടെ പണി പൂർത്തിയാകുമ്പോൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ നമ്മുടെ സ്കൂള് വളരാനുള്ള അവസരം കിട്ടും. വലിയൊരു ഭാഗ്യമായിട്ട് ഞങ്ങൾ ഇതിനെ കാണുന്നു. വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനവുമായി ബന്ധപ്പെട്ട് കുടിയൊഴിപ്പിക്കുന്ന വ്യാപാരികളുടെ പുനരധിവാസത്തിനുള്ള സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. ഇതോടെ വ്യാപാരികൾക്ക് ആശങ്കയില്ലാതെ വികസനത്തിന്റെ ഭാഗമാകാം. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ടാണ് പുനരധിവാസം വ്യാപാരികൾക്ക് വേണ്ടി ഉറപ്പ് വരുത്തിയതിന് ശേഷം വികസനവുമായി മുന്നോട്ട് പോകുന്ന ഒരു പദ്ധതി. അത് വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം മാത്രമേ ഉള്ളൂ. ഏതാളും ഒരു 60 സ്ഥാപനങ്ങൾ പൂർണ്ണമായി പോയിട്ടുണ്ട്. ഈ 60 സ്ഥാപനങ്ങൾ ആദ്യ നിലയെന്നോണം ഇപ്പോൾ നിർമ്മാണം പുരോഗമിക്കും. കെട്ടിടം വെച്ച് ഈ പൂർണ്ണമായി കടകൾ നഷ്ടപ്പെട്ടവരായ 60 പേർക്ക് ആദ്യ ഇത് വന്നോളം ആ 60 പേരെ പുനരധിവസിപ്പിക്കും. മറ്റ് ഭാഗികമായി നഷ്ടപ്പെട്ടവർക്കെല്ലാം നഷ്ടപരിഹാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവർ മറ്റ് കടകളിലും സൗകര്യം ഉണ്ടാക്കിയെടുത്ത് ആ ഇരുന്ന കടകൾ തന്നെ ഉപയോഗിച്ച് വരുന്നുണ്ട്. വ്യാപാരികൾക്കൊന്നും വേറെ വിഷയങ്ങളൊന്നുമില്ല. ഇവിടെ പ്രമുഖമായ 2 വ്യാപാരി സംഘടനകളാണ് ഉള്ളത്. അവർ പൂർണ്ണ പിന്തുണ ഈ ഒരു പ്രവർത്തനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. കിഫ്ബിയിൽ നിന്നും 138 കോടി രൂപ അനുവദിച്ചിട്ടുള്ള പട്ടം മേൽപ്പാലത്തിന്റെയും 175.7 കോടി രൂപ അനുവദിച്ചിട്ടുള്ള പേരൂർക്കട മേൽപ്പാലത്തിനായുള്ള സ്ഥലമേറ്റെടുപ്പും പൂർത്തിയായി. പേരൂർക്കടയിൽ മേൽപ്പാലം വന്നാലും അമ്പലമുക്കിൽ ഗതാഗത കുരുക്കുണ്ടാകുമെന്ന ആശങ്കയും വേണ്ട. അതിനും കിഫ്ബി പദ്ധതിയിലൂടെ പരിഹാരം കാണുന്നുണ്ട്. പേരൂർക്കട മേൽപ്പാലം ഈ നഗരത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റാണ്. നമുക്കറിയാം, നഗരത്തിലേക്ക് കടന്നു വരുന്ന ഒരു കവാടം എന്ന നിലയ്ക്ക് കൂടി പേരൂർക്കട വികസനം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റാണ്. അവിടെ മേൽപ്പാലമാണ് കിഫ്ബിയിലൂടെ സജസ്റ്റ് ചെയ്യപ്പെട്ടത്. അതിൻ്റെ ഭാഗമായി ഏതാണ്ട് 174 കോടി രൂപയോളം മുതൽ മുടക്കിക്കൊണ്ട് ലാൻഡ് അക്വിസിഷനും പാലത്തിൻ്റെ ടെൻഡർ ഉൾപ്പെടെയുള്ള നടപടികളും പൂർത്തീകരിച്ചു. അതും ഫെബ്രുവരി മാസം അവസാനത്തോടു കൂടി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ വേണ്ടി കഴിയുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. പേരൂർക്കട മേൽപ്പാലം വികസനം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അമ്പലമുക്ക് ജംഗ്ഷൻ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് വരികയാണ്. ആ അമ്പലമുക്ക് സാന്ത്വനം ജംഗ്ഷൻ്റെ വികസനത്തിന് വേണ്ടി കിഫ്ബിയിലൂടെ തുക അനുവദിച്ചുകൊണ്ട് സംസ്ഥാനത്തെ 10 പ്രധാനപ്പെട്ട ജംഗ്ഷനുകൾ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി അമ്പലമുക്ക് ജംഗ്ഷൻ വികസിപ്പിക്കുന്നതിനാവശ്യമായ തീരുമാനം കിഫ്ബി കൈക്കൊള്ളുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടുള്ള റവന്യൂ നടപടികൾ, ഭൂമി ഏറ്റെടുക്കലിൻ്റെ റവന്യൂ നടപടികൾ പുരോഗമിക്കുകയാണ്. അപ്പോൾ ഈ നിലയിലാണ് വട്ടിയൂർക്കാവിൻ്റെ മുഖച്ഛായ മാറ്റുന്ന ഒരു വികസന സമീപനം എടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ നവീകരണത്തിനായി കിഫ്ബിയിൽ നിന്നും 87.68 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. മണ്ഡലത്തിലെ ആരോഗ്യ മേഖലയും വികസനത്തിന്റെ പാതയിലാണ്. കിഫ്ബി വഴി 137 കോടി രൂപയുടെ ജനറൽ ആശുപത്രി വികസന പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടുത്ത മാസം ആരംഭിക്കും. ഇപ്പോൾ ആശുപത്രികളുടെ കാര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രി, അവിടെ 137 കോടി രൂപയാണ് മാസ്റ്റർ പ്ലാനിന് വേണ്ടി കിഫ്ബി വഴി അനുവദിച്ചത്. നിലവിൽ അതിൻ്റെ ടെൻഡർ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിച്ചു. ഒരു കരാർ കമ്പനി ടെൻഡർ ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണോദ്ഘാടനത്തിന് വേണ്ടി നമ്മൾ ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ ഡേറ്റിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ നിലയിൽ ആരോഗ്യരംഗത്ത് ഒരു വലിയ ഇടപെടൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ സമീപിക്കുന്ന ഒരു ആശുപത്രി എന്ന നിലയിൽ തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിന് 137 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാനാണ് ആദ്യഘട്ടമായിട്ട് അനുവദിച്ച് നിർമ്മാണത്തിന് തയ്യാറെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മാനസിക ചികിത്സാ കേന്ദ്രം പേരൂർക്കട, ഊളംപാറ ഹോസ്പിറ്റൽ എന്ന് പൊതുവിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. അവിടെ 84 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാനാണ് ഒന്നാം ഘട്ടത്തിൽ കിഫ്ബി ഫിനാൻഷ്യൽ സാങ്ഷൻ നൽകിയിരിക്കുന്നത്. ഇങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞാലാണ് ഈ 1300-ലധികം കോടി രൂപയുടെ പദ്ധതികൾ വട്ടിയൂർക്കാവിൽ നിലവിൽ സാങ്ഷനായിരിക്കുന്നത്. വട്ടിയൂർക്കാവിൻ്റെ അടക്കം മുഖച്ഛായ മാറ്റുന്ന വികസന പരിപാടികൾ കിഫ്ബിയിലൂടെ ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ചാരിതാർത്ഥ്യമുള്ളൊരു കാര്യം. ഇത്തരം ഫണ്ടിങ്ങിൻ്റെ സഹായമില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്തരം വൻകിട പ്രോജക്റ്റുകൾ എടുക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാനത്തെ ഒരു MLA മാർക്കും കഴിയില്ലായിരുന്നു. ആ ഒരു മാറ്റമാണ് കിഫ്ബിയിലൂടെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി
കഴിഞ്ഞിരിക്കുന്നത്. 10 വർഷം കൊണ്ട് 1 ലക്ഷം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കിഫ്ബിയിലൂടെ സംസ്ഥാനത്ത് നടപ്പാക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസവും ആരോഗ്യവും ഗതാഗതവും ഉൾപ്പെടെയുള്ള എല്ലാ മേഖലയും ചേർത്തുപിടിച്ചുകൊണ്ടുള്ള വികസനമാണ് ഇതിലൂടെ സാധ്യമായിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.